ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതിനായിട്ട് ഞാൻ 1.5 കപ്പ് ദോശമാവാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അധികം പുളിയില്ലാത്ത ദോശമാവ് വേണം കേട്ടോ ഇത് തയ്യാറാക്കാനായിട്ട് എടുക്കാനായിട്ട്. അതുകൊണ്ട് പുളിയില്ലാത്ത ദോശമാവ് 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ നട്ട്സ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 കപ്പ് ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നട്ട്സ് പൗഡർ നമുക്ക് നമ്മുടെ കയ്യിൽ ഏത് നട്ട്സാണ് വെച്ചെങ്കിൽ അതൊക്കെ എടുക്കാം കേട്ടോ. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചൂടായ പാനിലേക്ക് ദോശമാവ് ഒഴിച്ചു കൊടുത്ത് കൊച്ചു കൊച്ചു ദോശകളായിട്ട് ചുട്ടെടുക്കാം കേട്ടോ. ചെറിയ വട്ടത്തിൽ ഇത് പരത്തിയെടുക്കണം കേട്ടോ. കണ്ട ഇതുപോലെ. ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ദോശ ചെയ്യണ പോലെ തന്നെയാണ് കേട്ടോ. നെയ്യ് ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കിത് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഇതിൻ്റെ അടിവശമായി വന്നിട്ടുണ്ടാവും. അപ്പം നമ്മളിത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. കണ്ട ഇതുപോലെ 2 പുറവും നമ്മൾ വേവിച്ച് എടുക്കണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ കൂട്ടുകാർ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ. പിന്നെ ഇതിൻ്റെ നടുക്കിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ആ കോക്കനട്ടും ശർക്കരയും കൂടിയിട്ടുള്ള മിക്സ് വെച്ചിട്ട് ഇതുപോലെ സൈഡ് വശം ഇങ്ങോട്ട് മടക്കിയിട്ട് അമർത്തി കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതിൻ്റെ അരികു വശം ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ അത് അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കും. ദോശ നല്ല ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇത് ഒട്ടാനായിട്ട് വിഷമാണ് കേട്ടോ. കണ്ട ഇനി ഇത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചിട്ട് ഒന്ന് വേവിച്ച് എടുക്കുക കേട്ടോ. കണ്ട ഇതുപോലെ. ഇപ്പോൾ ഇതേ ഒരെണ്ണം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ദോശ കഴിക്കാനായിട്ട് എല്ലാ പിള്ളേർക്കും കുറച്ച് മടിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ദോശ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ചെയ്യും കേട്ടോ. ഒരു വെറൈറ്റി ആയ ഒരു പലഹാരമാണിത്. അപ്പോൾ എല്ലാവരും നമ്മുടെ കുട്ടികൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റണ നല്ലൊരു പലഹാരമാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണിത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.